മുരളീകാന്ത് ഭട്കർ എന്ന വ്യക്തിയുടെ റിയൽ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഹിന്ദിയിൽ ഇറങ്ങിയ ഒരു സ്പോർട്സ് ആക്ഷൻ മൂവിയാണ് ചന്തു ചാമ്പ്യൻ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കബീർ ഖാൻ, അഭിനയിച്ചിരിക്കുന്നത് കാർത്തിക് ആര്യൻ, ഭാഗ്യശ്രീ, വിജയറാസ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് തുടക്കത്തിൽ കാണിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രായമുള്ളയാളും അയാളുടെ കൂടെ മറ്റൊരാൾ കൂടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി ചെല്ലുകയാണ്. പരാതി എന്ന് പറയുന്നത് പ്രസിഡൻറ്റിനെതിരെയാണ് ഇയാൾ പരാതി കൊടുക്കുന്നത്. അർജുന അവാർഡ് തനിക്ക് എന്തുകൊണ്ട് നിഷേധിച്ചു, എനിക്ക് ആ അർജുന അവാർഡ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുക്കുന്നത്. ആ പരാതി കേൾക്കുമ്പോൾ അവിടെയുള്ള പോലീസുകാരെല്ലാം ചിരിക്കുകയാണ്. കാരണം ഈ പ്രായമുള്ള ആൾക്ക് എന്തിനാണ് അവാർഡ് എന്നും പറഞ്ഞുകൊണ്ട് അവർ ചിരിക്കുകയാണ്. അങ്ങനെ ഇയാളുടെ പഴയ സ്റ്റോറി പറഞ്ഞു തുടങ്ങുകയാണ്. ചെറുപ്പത്തിൽ തന്നെ ഇയാൾക്ക് ഒളിമ്പിക്സിൽ പോകണമെന്ന്, ഒളിമ്പിക്സ് എന്താണെന്നും അവിടെ സ്വർണ്ണം, വെള്ളി, വെങ്കലം ഇതൊക്കെ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ചാമ്പ്യനാകണമെന്ന് ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ ഉറപ്പിച്ച ഒരാളായിരുന്നു. അങ്ങനെ ഇയാൾ എങ്ങനെ ഒളിമ്പിക്സിൽ പോകാം എന്നാഗ്രഹിച്ച് റെസ്ലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്ലിങ്ങിൽ ഒരു മെഡൽ മേടിക്കാം എന്നുള്ള രീതിയിൽ റെസ്ലിങ്ങിന് വേണ്ടിയിട്ട് പോവുകയും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി എളുപ്പവഴി ആലോചിക്കുമ്പോൾ ആർമിയിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഒളിമ്പിക്സിൽ ചെല്ലാം എന്ന് ഇയാൾ മനസ്സിലാക്കി. അങ്ങനെ ഒളിമ്പിക്സിൽ ചെല്ലാൻ വേണ്ടിയിട്ട് ആർമിയിൽ പോവുകയാണ്. അങ്ങനെ ആർമിയിൽ പോകുന്നു, അവിടെ നിന്നും റെസ്ലിങ്ങിന് പോകുന്നു. അങ്ങനെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നു. പല മത്സരങ്ങളിലും ഇയാൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ നടക്കുന്ന ആർമി ബേസിൽ നടക്കുന്ന ഒരു സംഭവം, ആ സംഭവത്തിനെ ബേസ് ചെയ്ത് ഇയാളുടെ ലൈഫാകെ മറിയുന്നതും അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ വേറൊരു തലത്തിലേക്ക് പോകുന്നതും ഒക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു നല്ലൊരു സിനിമയാണ്. നല്ല മോട്ടിവേഷണലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നൊരു സൂപ്പർ മൂവി തന്നെയാണ്. ഈ വർഷം ഒരു സ്പോർട്സ് ഡ്രാമ മൂവീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് കണ്ടിരിക്കുന്ന ഒരു സൂപ്പർ മൂവിയാണ്. ഫസ്റ്റ് ഹാഫിൽ മൊത്തം ഒരു ആക്ഷൻ ബേസിലൊക്കെ പോകുന്ന സിനിമ, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇമോഷണലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നൊരു സൂപ്പർ മൂവിയാണ്. എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാം. പക്ഷേ ഇതൊരു ഹിറ്റ് സിനിമയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ തോന്നില്ല. കാരണം ബഡ്ജറ്റും കളക്ഷനും വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്രയും വലിയൊരു ഹിറ്റായിട്ട് തോന്നുന്നില്ല. പക്ഷേ നല്ലൊരു സിനിമയാണ്. റിയൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം നമ്മൾ തളർന്നു പോകുന്ന പല സിറ്റുവേഷൻസിനും ഇയാൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിന് വളരെ നല്ല രീതിയിൽ തന്നെ എടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർമി ബേസിൽ നടക്കുന്ന ഒരു സംഭവം, ഒരു സിംഗിൾ ഷോട്ടിൽ പോകുന്ന ഒരു സീക്വൻസ്, അത് വളരെ രസകരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ടിയിരുന്ന ഒരു സീക്വൻസ് ആയിരുന്നു. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് പോകുന്ന ഒരു സിംഗിൾ ഷോട്ടാണെന്ന് തോന്നുന്നു. അത് വളരെ രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ടൊരു ഷോട്ടായിട്ട് എനിക്ക് തോന്നി. അതുപോലെ എല്ലാം കൊണ്ടും നല്ല രീതിയിലുള്ളൊരു എക്സിക്യൂട്ട് ചെയ്തൊരു സൂപ്പർ മൂവി തന്നെയാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കുന്ന ഒരു സൂപ്പർ മൂവി കണ്ടു നോക്കുക, കണ്ടിട്ടൊന്നും